നമസ്കാരം. അച്ഛനെ കൊല്ലാൻ നടന്നവരുടെ പാളയത്തിൽ പാർട്ട് ടൈം ജോലി, പരിപ്പെടുക്കുമെന്ന് പറഞ്ഞു വന്നവരെ അടിച്ചൊതുക്കിയ പ്രസ്ഥാനം. തെലങ്കാന മുഖ്യമന്ത്രിയുടെ പോമോനെ വിജയ പരാമർശവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡാഷ്മോനെ രേവന്ത് എന്ന മറുപടിയുമൊക്കെ വലിയ വിവാദമാവുകയാണ്. മുഖ്യമന്ത്രിയെ അപമാനിച്ച രേവന്ത് റെഡ്ഡിക്കെതിരെ CPM അണികളും ഒപ്പം തന്നെ പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസും ഒക്കെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പിണറായി എന്നല്ല, ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ അഭിസംബോധന ചെയ്താൽ രേവന്ത് റെഡ്ഡിയുടെ പരിപ്പ് ഞങ്ങൾ എടുക്കുമെന്നാണ് CPM നേതാവായിട്ടുള്ള MP നികേഷ് കുമാർ പ്രതികരിച്ചത്. എന്നാൽ നികേഷിന് ചുട്ട മറുപടിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ദീപ്തി മേരി വർഗീസ്. ആ ദീപ്തി മേരി വർഗീസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വീഡിയോയ്ക്ക് ആധാരം എന്ന് പറയുന്നത്. കാരണം ഇത്രയും കൃത്യമായിട്ട് മറുപടി കൊടുക്കുവാൻ ദീപ്തി മേരി വർഗീസ് കാണിച്ച ആ ഒരു ധൈര്യത്തെ അംഗീകരിക്കേണ്ടി. രേവന്ത് റെഡ്ഡിയുടെ പരിപ്പെടുക്കാൻ അച്ഛനെ കൊല്ലാൻ നടന്നവരുടെ പാളയത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന നികേഷ് കുമാർ വിചാരിച്ചാൽ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ദീപ്തിയുടെ മറുപടിയായി അതിനകത്ത് വരുന്നത്. അപ്പോൾ തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പരിപ്പെടുക്കുമെന്ന് പറഞ്ഞ MP നികേഷ് കുമാറിനോടാണ് CPM പരിപ്പെടുക്കുമെന്ന് പറഞ്ഞ ഒരു നേതാവ് ഉണ്ടായിരുന്നുവെന്നും കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമെന്നും പറഞ്ഞു വരുമ്പോൾ നികേഷ് കുമാറിന്റെ പിതാവായിട്ട് വരുമെന്നും പറയുകയാണ് ദീപ്തി. സാക്ഷാൽ MP രാഘവൻ അദ്ദേഹത്തിന്റെ പരിപ്പെടുക്കാൻ CPM ശ്രമിച്ച കാലത്ത് സംരക്ഷിച്ചുകൊണ്ട്, ജീവൻ രക്ഷിച്ചുകൊണ്ട് MLA-യും മന്ത്രിയുമാക്കിയ പ്രസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് എന്നാണ്. അന്ന് CPM-നെ കൊണ്ട് എടുക്കാൻ കഴിയാത്ത പരിപ്പൊന്നും അച്ഛനെ കൊല്ലാൻ നടന്നവരുടെ പാളയത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന നികേഷ് കുമാർ വിചാരിച്ചാൽ എടുക്കാൻ പറ്റില്ല. തരത്തിൽ പോയി കളിക്ക് നികേഷെ എന്ന് പറഞ്ഞ് ദീപ്തി മേരി വർഗീസ് തന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കുറിച്ചിരുന്നു. അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എത്തിയത്. അപ്പോൾ ഇതിന് ആധാരമാകുന്നത് എന്താണ്? നികേഷ് കുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. നികേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ് പാർട്ടിയുടെ ATM ആണ് രേവന്ത് റെഡ്ഡി. കേരളത്തിലെ കോൺഗ്രസ് പ്രചാരണത്തിന് ലാവിഷായിട്ട് പണമിറക്കിയത് ഇയാളാണ്. അഴിമതി പണമാണ്, സർക്കാർ പദ്ധതികളിൽ നിന്ന് കട്ട പണം. അതിന്റെ അഹങ്കാരം രേവന്തിന്റെ വാക്കുകളിൽ കാണാം. നീ എന്നും പോമോനെ എന്നും 80 കഴിഞ്ഞ ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ വിളിക്കുവാനുള്ള ഔദ്ധത്യം രേവന്തിന് എങ്ങനെയുണ്ടായി? നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ പഴയ ആന്ധ്രാപ്രദേശ് ABVP സംസ്ഥാന പ്രസിഡന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൊന്നുകളയുമെന്നാണോ? 2 വട്ടം കേരളം തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. CPIM എന്ന പാർട്ടിയെ കേരളത്തിൽ 17 കൊല്ലം നയിച്ച ആളാണ് അദ്ദേഹം. 4 പതിറ്റാണ്ട് കാലമായി കേരള രാഷ്ട്രീയത്തിന്റെ ഒന്നാം നിര നേതൃത്വമാണ് പിണറായി. 80 കടന്ന മനുഷ്യനാണ്. ഇത്രയും തലപ്പൊക്കമുള്ള മറ്റാരും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല. രാഷ്ട്രീയമായി പിണറായിയോട് വിയോജിപ്പുള്ളവരുണ്ട്. ജനാധിപത്യത്തിൽ സാധാരണമാണത്. അപ്പോഴും പ്രളയത്തിലും കോവിഡിലും നിപ്പയിലും ഓഖിയിലും ഒക്കെ കേരളം ചലിച്ചത് ഈ മനുഷ്യന്റെ വാക്കുകൾ കേട്ടാണ്. ഉറുമ്പുകൾക്ക് ഭക്ഷണം കിട്ടിയോ എന്ന് അന്വേഷിച്ച് എന്നൊക്കെ നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ കളിയാക്കാറുണ്ട്. അത് ആ മനുഷ്യന്റെ രീതിയാണ്. ഡീറ്റെയിൽസ് പരതി പെർഫെക്ഷനിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. മല്ലികാർജുൻ ഖാർഗെ എന്ന AICC പ്രസിഡന്റിന് പ്രായം കൂടുതലുള്ളത് കൊണ്ട് രഹസ്യമായും പരസ്യമായും ഒക്കെ കോൺഗ്രസ്സുകാര് ചില പേരുകൾ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അത് നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അതൊക്കെയാവാം. കേരളത്തിൽ വേണ്ട. പിണറായി എന്നല്ല, ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ അഭിസംബോധന ചെയ്താൽ നിന്റെ പരിപ്പ് ഞങ്ങൾ എടുക്കും. ഇതായിരുന്നു നികേഷ് കുമാറിന്റെ പോസ്റ്റ്. ഈ പോസ്റ്റിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ദീപ്തി മേരി വർഗീസ് എത്തിയത്. ദീപ്തി മേരി പറഞ്ഞത് എത്രയായിരുന്നു? കോൺഗ്രസ് പാർട്ടിയിലേക്ക് അങ്ങനെ ഒരു നേതാവ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പരിപ്പെടുക്കുമെന്ന് പറഞ്ഞ MP നികേഷ് കുമാർ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേരള രാഷ്ട്രീയത്തിൽ മുൻപ് CPM പരിപ്പെടുക്കുമെന്ന് പറഞ്ഞ് നടന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ പിതാവാണ്. അത് നിങ്ങളുടെ പിതാവായിട്ട് വരും. അദ്ദേഹത്തിന്റെ പേര് MP രാഘവനാണ്. അദ്ദേഹത്തിന്റെ പരിപ്പെടുക്കാൻ CPM ശ്രമിച്ച കാലത്ത് അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട്, അതിനുശേഷം MLA-യും മന്ത്രിയും ഒക്കെ ആക്കിയ ഒരു പ്രസ്ഥാനമായി ഉണ്ടായിരുന്നു. ആ പ്രസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് ആണെന്നും ആ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് CPM എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം മുൻപോട്ട് കുതിച്ചതെന്നും ഒക്കെ ദീപ്തി മേരി വർഗീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വീണ 2 പരാമർശങ്ങൾ, അത് തെലങ്കാന മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ കേരള മുഖ്യമന്ത്രിയുടെയും. പോമോനെ വിജയ എന്ന പരാമർശവുമായിട്ട് തെലങ്കാന മുഖ്യമന്ത്രി ഡാഷ്മോനെ രേവന്ത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തുമ്പോൾ ഇത് 2 പേർക്കും യോജിച്ചതായിരുന്നില്ല എന്ന് പറയട്ടെ.
കാരണം രണ്ടുപേരും രണ്ട് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നു. നിങ്ങൾ മാതൃകകളാകേണ്ടവരാണ് ജനങ്ങൾക്ക്.